തങ്ക. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മളൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ട് ഇവിടുത്തെ തിരക്കുകളും ഒക്കെ കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ പറ്റാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ശരി ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഇടാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്കും കൂടെ തരണം കേട്ടോ, മറക്കരുത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇന്ന് ഒരു പ്രീ മിക്സ് ജീര എന്ന് പറയും, ഇതിൻ്റെ റെസിപ്പിയോടുകൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനം ഒരു 1/2 കപ്പ് ജീരകം, സാദാ ജീരകവും, പിന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ കുരുമുളക്, പിന്നെ ഇത് വന്നിട്ട് ഇന്ദുപ്പാണ്, സാദാ ഉപ്പല്ല കേട്ടോ. നമുക്ക് വയറുവേദന, പിന്നെ എന്താ പറയുക, ഗ്യാസ് പ്രോബ്ലം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ ചൂടിന് കുടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ജീരകവും കുരുമുളകും ഇതുപോലെ ജസ്റ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാട് ഡാർക്ക് കളർ ആവാൻ പാടില്ല. റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് തണുക്കാനും വേണ്ടി വെക്കുക കേട്ടോ. പിന്നെ ഇത് എൻ്റെ റെസിപ്പി അല്ല, എൻ്റെ അമ്മാൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ജീര പ്രീമിക്സ് അമ്മ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഗാർലിക് പൗഡർ, ഓനിയൻ പൗഡർ, ടൊമാറ്റോ പൗഡർ ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അമ്മാൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ കൊടുക്കുന്നുണ്ട്, കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ഇല്ലാതെ അമ്മ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഏതായാലും ഒന്ന് തണുക്കട്ടെ. ജീര പ്രീമിക്സിൻ്റെ ബാക്കിയുള്ള ഭാഗം ഞാൻ ലാസ്റ്റ് കാണിക്കാം, കാരണം നോമ്പുറക്കുന്ന സമയത്ത് കുടിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണല്ലോ. പിന്നെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് വീട്ടിലൊന്നും പ്രോപ്പറായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഞാനിങ്ങനെ മൂക്ക് വലിച്ചിട്ട് ചെയ്യുന്നത്, അതായത് കരഞ്ഞോണ്ട് കുക്ക് ചെയ്തിട്ട് ചെയ്തൊരു സംഭവം കേട്ടോ. കുട്ടികൾക്ക് രാവിലെ പാസ്ത ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല. ഇവിടെ ആകെ ഈ ഒരു ഹാളും നമ്മുടെ ആ ബെഡ്റൂമും മാത്രമേ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലാണെങ്കിൽ ഫുള്ള് സാധനങ്ങളാണ്, അതുകൊണ്ട് കുക്ക് ചെയ്യാനും മറ്റേനും മറിച്ചിനും ഒന്നും സാധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബുദ്ധിമുട്ട് ആരും മനസ്സിലാക്കുന്നില്ല, പണിക്കാർ മനസ്സിലാക്കൂല, അത് വേറെ കരുത കണ്ടില്ലേ. ഞാൻ മൊത്തം കാണിച്ചു തരാണ്, മൊത്തം ഇവിടെ ഒക്കെ അലമ്പായിട്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്കൊരു വീഡിയോ എടുക്കാനും. അപ്പോൾ ഒരുപാട് റിസ്ക് ആണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു ദിവസം ഒരു വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ അപ്പോൾ വീട്ടിലുള്ളവർ മനസ്സിലാക്കുന്നില്ല, പുറത്തുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഇന്ന് നമുക്ക് പെയിൻ്റ് അടിക്കണം, നമ്മുടെ കിച്ചൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം. അപ്പോൾ റനക്കുട്ടീനെ കിട്ടാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ച് വാരി തുടച്ചതിന് ശേഷം നമുക്ക് കിച്ചണിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. കാരണം കണ്ടല്ലോ നിങ്ങൾ, ഫുള്ളും അലങ്കോലമാണല്ലോ. അപ്പോൾ ഇതേ റനക്കുട്ടി വന്നിട്ട് അവളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം അവളെയും വിളിച്ചിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാൻ പോകാനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനേ. കീപ്പിംഗ് അവേ ഡിസീസസ് എന്ന് പറഞ്ഞ അസുഖങ്ങളെ നമുക്ക് എങ്ങനെയെല്ലാം അകറ്റി നിർത്താമെന്നാണ് പറയുന്നത്, അല്ലേ? ഓക്കെ. അപ്പോൾ ഉണ്ടാവുന്നത് ഒരുപാട് രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും, അല്ലേ? അതായത് ഇപ്പോൾ മൈക്രോ ഓർഗാനിസം ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്, അല്ലേ? റനക്കുട്ടി ഇപ്പോൾ 10ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നേരത്തെ തന്നെ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂൾ തുടങ്ങിയിട്ടില്ല കേട്ടോ, അവർക്ക് ലീവാണ്. ഇത് കഴിഞ്ഞിട്ടാണ് അവർക്ക് ക്ലാസ് തുടങ്ങുക. അപ്പോൾ റനക്കുട്ടി ഓൺലൈനായിട്ട് അൽബിഡോ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞ ട്യൂഷൻ സെൻറ്ററിലാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ 1-in-1, ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൺസെപ്റ്റിലാണ് ട്യൂഷൻ. എനിക്ക് അതെന്തായാലും നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ ശ്രദ്ധ മാറിപ്പോകും. ടീച്ചർ ഇപ്പോൾ കുറേ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ ശ്രദ്ധ മാറിയിട്ട് ഇവരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇതാവുമ്പോൾ ഇവർക്ക് ഒരു ഉടായ്പും കാണിക്കാൻ പറ്റില്ല. പിന്നെ കുട്ടികളിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ടുള്ള അവരുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ട്യൂഷനാണ് കേട്ടോ ഇവരെടുക്കുന്നത്. ഇവർക്ക് ടീച്ചറിന് പുറമെ ഒരു മെൻറ്റർ കൂടി ഉണ്ടാവും, ഇവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചൊക്കെ നോക്കി നടത്തുന്ന ഒരു മെൻറ്ററും കൂടി ഉണ്ടാവും കേട്ടോ. പിന്നെ അതുപോലെ ഇവർക്ക് ഓൺലൈനായിട്ട്, അതായത് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും, പോരാത്തത് വോയിസ് ക്ലിപ്സും അതുപോലെ ഇവർക്ക് വേണ്ട വീഡിയോസും ഒക്കെ ഇവർ അയച്ചു കൊടുക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഇവരുള്ള ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് തൃപ്തിയല്ല, നമുക്ക് വേർത്ത് അല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഫുൾ പേയ്മെൻറ്റും ഇവർ റീഫണ്ട് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയത്. പിന്നെ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് കുട്ടികളുടെ ട്യൂഷനെ കുറിച്ചിട്ട് എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇവർ വന്നിട്ട് LKG തൊട്ടിട്ട് +2 വരെയുള്ള കുട്ടികൾക്കുള്ള ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറയുമ്പോൾ, ഓൺലൈൻ ട്യൂഷൻ അല്ലാതെ ഓഫ്ലൈനായിട്ടും ഇവർ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. അതായത് പണ്ടത്തെ ഒരു കോൺസെപ്റ്റിൽ വീട്ടിൽ പോയിട്ട് ട്യൂഷൻ എടുത്തു കൊടുക്കല്ലോ ഓരോ ടീച്ചേഴ്സ്, അതുപോലെയും ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിലും ഇവർ ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ UG PG ഒക്കെ ഇല്ല, അതിനുള്ള ട്യൂഷനും ഏത് യൂണിവേഴ്സിറ്റീൻ്റെ അണ്ടറിലാണെങ്കിലും ഇവർ ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇവരെ ഡീറ്റെയിൽസ് കൂടുതൽ വേണം, നിങ്ങളുടെ കുട്ടികളൊക്കെ ചേർത്തണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. അവർ നേരിട്ട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ഈ ഒരു അസുഖങ്ങൾ റൈൻകുട്ടിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുതിയ കിച്ചണിലേക്ക് കയറി. അവിടെ കുറേ പണികളുണ്ട്, അപ്പോൾ അത് നോക്കി ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പുതിയ കിച്ചണിലേക്ക് കയറിയിട്ട് നമ്മുടെ പണികളൊക്കെ ഒന്ന് സ്റ്റാർട്ട്. കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ പണികളൊന്നും എഞ്ചിനീയറും കൂട്ടരും ചെയ്ത് തരാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെ ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് കുറേ വേണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടായിട്ട് കുറച്ച് മടിയെന്നാണ് അത് അപ്പുറത്തേക്ക് നമ്മൾ ചെയ്യണ്ട, ആളെ വെച്ച് ചെയ്തോളാം അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ സമയത്ത് നടക്കണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ കയറി ചെയ്യും. അപ്പം അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ കിച്ചൻ്റെ കബോർഡ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അവർ ഇന്നലെ വന്ന് നോക്കിയ സമയത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്താ സംഭവിച്ചത്, ഇനി പണി തീർന്നിട്ടില്ലല്ലോ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് ഇന്നലെ പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിമെൻ്റൊക്കെ ഇങ്ങനെ ഒലിപ്പിച്ചിട്ട് ഇവർ മൊത്തം ഇവിടെ ഫുള്ള് ഒലിപ്പിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ചിരണ്ടി കളഞ്ഞിട്ട് പെയിന്റ് അടിക്കണം. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. പിന്നെ ബാക്കി നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. പിന്നെ അങ്ങനെ കുറച്ച് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആയിരിക്കും പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാ ഷെയർ ചെയ്യുക. നമുക്ക് തുടങ്ങാം. ഇങ്ങനത്തെ എന്താ പറയുക ഒരതി എടുക്കൂലേ സാൻഡ് പേപ്പറോ, ആ സംഭവം വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിങ്ങനെ പൊട്ടിക്കണമെന്നൊന്നും അറിയില്ല, ഞാനെന്തോ ചെയ്യുന്നുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള പോലെ. പക്ഷെ നമ്മൾ മനസ്സുകൊണ്ടൊന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റും. അതാണ് ഇനി നടക്കാൻ പോണത്. ബാക്കിയൊക്കെ പഠിച്ചവൻക്കറിയാം. അല്ല ഗ്യാസ് മണക്കണം. ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ ഗ്യാസ് പരിപാടി എന്താണെന്ന് വെച്ചാൽ അന്ന് ഞാൻ പറഞ്ഞ ഐഡിയയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം പറഞ്ഞില്ല. ഒരുപാട് പേര് ഐഡിയാസ് പറഞ്ഞു. ഫ്രിഡ്ജ് അവിടെ വെക്കണ്ടെന്ന് പറഞ്ഞു. നമ്മളത് സ്വീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് അവിടെ അല്ല വെക്കാൻ പോകുന്നത്, ഫ്രിഡ്ജിൻ്റെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡിഷ് വാഷറും വാഷിംഗ് മെഷീനും വെക്കാനുള്ള പ്ലാനായിരുന്നു. അത് നമ്മൾ മാറ്റിയിട്ട് മൊത്തത്തിലെല്ലാം കൂടെ ഐഡിയ മാറി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഒലിച്ച് ഇറങ്ങിയിരിക്കുന്ന സൗണ്ട് ഇതൊക്കെ മൊത്തം ഒരത്തി കളയണം. അതിന് മുമ്പ് പെയിന്റ് അടിക്കുമ്പോൾ വെള്ളം നല്ലോണം ആക്കിയാലേ പെയിന്റ് നിൽക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കാം. എനിക്ക് അപ്പോൾ പെയിന്റ് ആണ്. അപ്പൊ വൈറ്റ് സിമെന്റ് അടിക്കണം. അപ്പൊ ഇക്കും കൂടെ ഇക്ക ചെയ്യൂല ചെയ്യിക്കില്ല എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ഇക്കാര്യം കൂടെ വലിച്ചടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം അടിച്ചെടുത്ത് പോകൂലൊക്കെ ചിലപ്പോ അവിടെ മാത്രം അടിക്കും. ഞാൻ തോരത്തി കളിക്കുന്നത് ഒരു മാസത്തിലോ പോകൂല ചിലപ്പോ. എന്നിട്ട് നോക്കട്ടെ. കഷ്ടാണ് കഷ്ടാണ്. ഇത് കണ്ട ആരൊക്കെയോ ഈ ബസ്സിൽ പോകുമ്പോ ലോറി കൂടെ ഛർദിക്കൂലേ, അതുപോലെ സിമെന്റ് മൊത്തം ഛർദിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും അവരാണ് ചെയ്യേണ്ടത്, നമ്മൾ കോൺട്രാക്ട് കൊടുത്തത്. പക്ഷെ അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ല പണി കിട്ടും. അതുകൊണ്ട് ഇത് മൊത്തം നല്ല മോഡലിറ്റി കളഞ്ഞ് നമ്മുടെ വൈറ്റ് സിമെന്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിച്ചന്റെ കബോർഡൊക്കെ തുറക്കും. ഇവിടെ ഓപ്പൺ ഷെൽഫ്, താഴെ ഇവിടെ അതായത് ഇവിടെ വന്നിട്ട് വാഷിംഗ് മെഷീൻ, അതായത് ലോണ്ടറി ഏരിയ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാനാണ് വന്നിട്ടോ പോകുന്നത്. മനസ്സിൽ എന്തൊക്കെയോ കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് കാണുമ്പോൾ നല്ല രസമുണ്ടാവും. പൊടി ഇതൊക്കെ വല്ല മരക്കഷ്ടം പോലെ എനിക്ക് ഭയങ്കര ബലമാണ്. നോക്കാം മാക്സിമം കളയാൻ പറ്റുന്ന കളയാലേ. ദോ ഇതൊക്കെ കീറി മുമ്പ് ഒരു പഴഞ്ചൊല്ലില്ലേ, കല്യാണം കഴിച്ച് നോക്കൂ വീട് കെട്ടി നോക്കൂ, അതിൻ്റെ ആ ഒരു കഷ്ടം അപ്പോഴേ അറിയുള്ളൂ എന്നുള്ള പോലെ.
അത്ര ചെറിയ സംഭവം ഒന്നല്ല എന്നുള്ളത് ഈ വീടിൻ്റെ പണിയിൽ എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അത്രത്തോളം റിസ്ക് നമ്മളിപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് കേട്ടോ. ഒന്നാമത്തത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് മെയിനായിട്ട് നമ്മുടെ ജോലി എന്ന് പറയുമ്പോൾ കുക്കിംഗ്, വ്ളോഗിങ് അങ്ങനത്തെ ആണല്ലോ. അപ്പോൾ ഈ കുക്കിംഗ് ചെയ്യാൻ നമുക്ക് കിച്ചണില്ലെങ്കിൽ തീരെ പറ്റില്ല. പിന്നെ വീട് അത്യാവശ്യം നീറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയുന്നവർ, ചില ആൾക്കാർക്കൊക്കെ നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ നാട്ടിച്ച് നാശാക്കി തരും, അയ്യേ ഒരു വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആകെ ഈ ഹാളും ബെഡ്റൂമും വെച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാമെന്ന് പോലും അറിയാത്ത സിറ്റുവേഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് കിച്ചൻ്റെ വർക്ക് ഇങ്ങനെ നീണ്ടു പോകുന്നത്. ഇവർ വർക്കേഴ്സ് വരാൻ ഇത്ര ദിവസമാണെന്ന് നമ്മുടെ ഓൾറെഡി പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഓരോ ദിവസവും നാളെ നടക്കും എന്നിങ്ങനെ പ്രതീക്ഷ തന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അലമ്പാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തന്നെ വേഗം പെട്ടെന്ന് ഇത് അടിച്ചു കഴിഞ്ഞാൽ കിച്ചൻ്റെ പണിയെങ്കിലും നടക്കുമല്ലോ. അതായത് കിച്ചൻ്റെ ഷെൽഫിൻ്റെ പണികൾ തന്നെ ചെയ്യാൻ 1 മാസം എടുക്കുന്നതാണ് അവർ പറഞ്ഞത്. ഇനിയിപ്പോൾ എപ്പോൾ ആവാനാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇനി വേഗം നമ്മൾ തന്നെ വൈറ്റ് വാഷ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ. അങ്ങോട്ട് പോവില്ല. ഒരു ഇത് തരുമോ, ഒരു കോല് കറന്നാക്കാൻ. ബീറ്റർ എടുത്തിട്ട് വാ. കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും വലിയ ചട്ടിയിൽ ഒരു അടിപൊളി ഒരു കേക്ക് മിക്സിങ് എങ്ങനെയാണ് അതാണ് കിച്ചൺ ആവാത്ത ടൈൽസില്. അതെ, ഒരു എന്തെങ്കിലും എടുത്തേ. ആ അപ്പൊ ഒരു ടൈൽസ് കഷ്ണം കയ്യിലാക്കി എടുക്കുന്നു, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. വെള്ളം പോലെയാണ് ഷോപ്പ് ചെയ്തിരിക്കുന്ന നോക്കായിരുന്നു അല്ലേ, ഒരു ഐഡിയ ഉണ്ടാവും. ഇങ്ങനെ അടിച്ചോക്കാം, നമുക്ക് 2 ബോട്ട് അടിക്കാം അല്ലേ. കട്ടകളൊക്കെ ആദ്യം ശരിക്കും കലക്കമ്മേ. എക്സ്പീരിയൻസ് ഉണ്ട് തോന്നുന്നു. അതിന്റെ ഒരു പാകം നോക്കട്ടെ. അങ്ങനെ ഉണ്ടാവും. കഴിക്കൂലേ? അപ്പൊ നമ്മുടെ ടൈൽസ് ഒക്കെ കൊളാവുന്ന അർത്ഥം. ഒരു തുള്ളി താഴെ പോയാല് അബിക്ക് പണിഷ്മെന്റ്. ഓക്കെ, നോക്കട്ടെ. ഇത് കളഞ്ഞിട്ടുള്ളു പറഞ്ഞിട്ടായി അച്ചൂടാ 3 തുള്ളി ഇട്ടി പറയാൻ എളുപ്പമാണ് കേട്ടോ. പ്രവർത്തിച്ച് നോക്കിയാലേ അറിയാലോ. താഴെ ഒരു പാത്രം വെച്ചിട്ട് ഓ ചെറിയ കുട്ടികളെ പോലെ വഴക്കിടുന്നു. അമ്മി കുറച്ച് ഹൈറ്റുള്ള ആൾക്ക് കൊടുക്കാമേ. ഞാൻ താഴെ എടുക്കാം. ഏണി വെച്ചിട്ട് കയറിന്റെ ഭാഗത്ത് ഇട്ടാം. ആവശ്യമില്ല. ആഹാ ഞാനൊന്ന് എണിക്കാൻ പറയും. വീഡിയോ ആണ് എടുക്കണത്. അപ്പൊ എന്താ പറഞ്ഞു ഒന്നുകൂടി പറയും. അപ്പുറത്തെ ഭാഗത്ത് ചൊരണ്ടിക്കാം. ചൊരണ്ട നിങ്ങൾക്ക് നല്ല കഴിവല്ലോ. ബേബിക്ക് ഫീഡ് ചെയ്തിട്ട് കുളിപ്പിച്ച് കിടത്തിയിട്ട് വന്നാണ് കേട്ടോ. പക്ഷെ ബേബി ഇടയ്ക്ക് ഇങ്ങനെ കരയണുണ്ട്. ഹയാനാണെങ്കിൽ പറഞ്ഞാൽ കേൾക്കുന്നില്ല. ഇടയിൽ കൂടെ അവനെ ഹയാനേ ബേബിനെ നോക്ക് ഇങ്ങനെ പറഞ്ഞ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരതാൻ നോക്കിയപ്പോൾ ആർക്കും വയ്യ. നല്ല കഷ്ടമുണ്ട് കേട്ടോ സിമെൻ്റൊക്കെ ഒരതി കളയാനെന്ന് പറയുമ്പോൾ ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന അത്രയും ഒരതിയിട്ട് പിന്നെ അതിൻ്റെ പുറത്ത് ഞാൻ പെയിൻ്റ് അടിക്കാൻ തുടങ്ങി, അതായത് വൈറ്റ് വാഷ് അടിക്കാൻ തുടങ്ങി. കാരണം മാക്സിമം നോക്കി. പിന്നെ ഒരുപാട് ഫിനിഷിങ്ങിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് തന്നെ നല്ല ചുമ വരുന്നുണ്ട്. പിന്നെ പോരാത്ത
ഭാഗത്ത് നിന്ന് എൻ്റെ ബോൺസ് മൊത്തം എനിക്ക് നല്ല പെയിനാണ് കേട്ടോ. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇപ്പം ഉണ്ട്. എങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മളൊരു രോഗിയാണെന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതൊരു പോളിസിയാണ് എൻ്റെ. പിന്നെ ലാസ്റ്റ് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, സിലുത്താനെ പോലെ ഒരു ദിവസമെങ്കിലും ടെൻഷനൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ കൊതിയാവുന്നു എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കമൻറ്റ് കണ്ടത് ഞാൻ ചിരിക്കാണ്ടോ ചെയ്തത്. കാരണം അതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ഉമ്മാനത്ത് ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് ഒരു ദിവസമെങ്കിലും ഈ ടെൻഷനൊന്നും ഇല്ലാതെ എനിക്കൊന്ന് നന്നായിട്ട് കിടന്നുറങ്ങിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നണമെന്ന് പറഞ്ഞ സമയത്താണ് ഈ കമൻറ്റ് കണ്ടത് കേട്ടോ. അതായത് ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരായിട്ട് ഭൂമിയിൽ ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ഹാപ്പി മാത്രമായിട്ട് ആരും ഉണ്ടാവില്ല. പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ മാക്സിമം നമ്മുടെ പോസിറ്റീവ് സൈഡ് മാത്രം പുറത്ത് കാണിക്കുക, അതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നി. എന്ന് വെച്ചിട്ട് ഞാൻ പോസിറ്റീവ്സ് മാത്രം പറയുന്ന ഒരാളൊന്നുമല്ല, നെഗറ്റീവ്സും ഞാൻ പറയാറുണ്ട്. കാരണം എങ്കിലും ഒരുപാട് പേർക്ക് അതും ഒരു ഇൻസ്പിറേഷൻ ആവുള്ളൂ കേട്ടോ. ചീത്ത പറയണ്ടേ. ആരെങ്കിലും വീട്ടിൽ പെയിന്റ് അടിക്കാൻ ആളുടെ വേണമെങ്കിൽ വിളിച്ചോളൂ. അമ്മ തേച്ച ഭാഗത്തെ തേച്ചോണ്ടിരിക്കല്ലേ. എത്ര കോട്ട് അടിച്ചു നോക്കുക. അവിടെ അവിടെ കാണും, ഉണങ്ങിയാലേ അറിയുള്ളൂ എവിടെയൊക്കെ നമ്മൾ അടിച്ചില്ല എന്നുള്ളത്. ഹലോ, ഒരു ഫോട്ടോ എടുക്കും. അടുത്ത പരിപാടി ഇവിടെ ഫുള്ളായി താഴെ പെയിന്റ്. അതിന് അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ ഡ്രെയിനേജ് ഏരിയയില്ലല്ലോ, മൊത്തം ഒരു ഭാഗത്ത് വലിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് കുറച്ചെടുക്കേണ്ടി വരും. സോ സ്മാർട്ട്. ഞാൻ ചെയ്യട്ടെ? നല്ല രസമുണ്ട് കാണാൻ. അമ്മ ഇത്രയും ചെയ്തില്ല, ഇത് ഞാൻ ചെയ്യാത്തായോ? ഇത് ഞാൻ ചെയ്യാം. 2 വർഷം ചെയ്യേണ്ടി. താഴെ ഞാൻ ബാങ്കിൽ കുട്ടിയെ പിടിക്കാൻ വാഷിംഗ് മെഷീൻ തക്കെടുത്ത് ഉറക്കാനാ പിടിക്കില്ലേ? വാഷിംഗ് മെഷീൻ അത് വേറെ. എന്താ എന്ത് അമ്മി? ഞാൻ എപ്പോഴും വീഡിയോ എടുത്തോണ്ടിരിക്കാം. അപ്പൊ ഏകദേശം ചുമരിന്റെ ഭാഗങ്ങളൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ കുറെ വെള്ളമൊക്കെ ഇങ്ങനെ ഒറ്റിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇക്ക കണ്ടോ ഞാൻ നല്ല ചീത്ത തൊട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ ആവാതാക്കണമെന്ന്. പറയുന്നവർക്ക് ഈ സിമ്പിളാണ്, പക്ഷെ നമ്മൾ ചെയ്യുന്നവർക്ക് അറിയുള്ളൂ അതിന്റെ കഷ്ടപ്പാടെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ആ വെള്ളമൊക്കെ നമ്മൾ വൈപ്പ് ചെയ്ത് 2 പ്രാവശ്യം എടുത്തു. അതിന് ശേഷം ഞാൻ ആ ഭാഗമൊക്കെ ഒന്ന് തുടച്ചു വിടാണ് കേട്ടോ. ഇതിന് ശേഷം പിന്നെ ഫുള്ളായിട്ട് റനക്കുട്ടിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇത്ര ചെയ്ത് ഇടയ്ക്ക് വന്നിട്ട് അത് മാത്രം വൈപ്പ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അവൾ അത് ഫുള്ളായിട്ട് വെള്ളം എടുത്ത് കളഞ്ഞിട്ട് അപ്പോൾ ആ സംഭവം തുടച്ച് അത് പൊട്ടല്ല, അത് ഇങ്ങനെ ഊരി വന്നതാണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ അത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തിട്ട് വീണ്ടും ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കളഞ്ഞു കൊടുക്കൽ എൻ്റെ പണിയും. പിന്നെ റനക്കുട്ടി ബാക്കി 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ആശ്വാസം കിട്ടി. ശരിക്കും പിടിക്കണം സാധനം. അങ്ങനെ നിർത്തി വെച്ചിട്ട് വേണം അതിനുള്ളിൽ കയറ്റാൻ. അത് ഫുള്ള് പുറത്തേക്കാണല്ലോ വരുന്നേ. കപ്പലൊഴുക്കി ഇതാ അതിൻ്റെ ഉള്ളില്. എൻ്റെ മോൾ അപ്പോൾ ആ ചളിവെള്ളം കപ്പിലേക്ക് ആക്കാൻ നോക്കിയിട്ട് റനാക്ക് അത് സക്സസ് ആവാത്തത് കൊണ്ട് ഞാൻ തന്നെ ചെയ്തു. അതെല്ലാം കൂടെ അവൾ എല്ലാ ഭാഗത്തുനിന്നും ഒന്നിച്ചിങ്ങനെ കൂട്ടി ആക്കി തന്നിട്ട് ഒരു ഭാഗത്തേക്ക് ആകുമ്പോൾ ഇതെന്തിനാ എൻ്റെ മുഖത്തേക്കണ് വോയിസ് ഓവർ കൊടുക്കണതിൻ്റെ ഇടയിൽ കൂടെ എന്തോ ഒന്ന് വന്ന് എൻ്റെ മുഖത്ത് തേച്ചുകൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല കുട്ടി. നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കാനും വേണ്ടിയിട്ട് പോവാണ്. വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം നിങ്ങൾ വിചാരിക്കും ഇവള് ഈ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ എന്തീ പറയണെന്നുള്ളത്.
ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഡ്രസ്സൊന്നും എടുക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. പക്ഷേ പിന്നെയും സിമ്പിളായിട്ട് എന്തെങ്കിലും കുട്ടികൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകാനും വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുകയാണ്. ഈ വോയിസ് ഓവർ കൊടുത്തതിന് ശേഷം നമ്മൾ അങ്ങനെ ഇറങ്ങും കേട്ടോ. അതായത് ഇന്ന് എന്താ ദിവസം അറിയാൻ കുട്ടിയെ? ഇന്ന് സൺഡേ ആണ് നമ്മൾ പോകാൻ പോകുന്നത്. അവിടെയൊക്കെ നല്ല തിരക്കാണെന്നാണ് കേട്ടത്. പിന്നെ പോരാത്തതിന് ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പൈസ ഈ വീടിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇറക്കിയതുകൊണ്ടും ബഡ്ജറ്റ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് ആദ്യം വേണ്ടാന്ന് വിചാരിച്ചത്. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ എന്തിനാ ഇപ്പോൾ കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, ഒരു എത്തിയമായ കുട്ടിക്ക് ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എന്തായാലും സക്സസ് ആക്കി കൊടുക്കണ്ടേ, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ, നമ്മൾ ഏറ്റെടുത്തതല്ലേ. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ഈ ലാസ്റ്റ് ടൈമൊക്കെ ആയിരിക്കും പോവുക. ആ സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ ഒന്നിനും പറ്റില്ല. അപ്പോൾ അത് അതിനേക്കാളും വലിയ ടെൻഷനായിരിക്കും കേട്ടോ. അവർക്ക് അത് അവിടെ എത്തിക്കണം എന്നുള്ളത്. ഇൻഷാല്ലാ അത് നാളെ അയച്ചു കൊടുക്കണം. പിന്നെ ഇപ്പോഴത്തെ മെയിൻ പരിപാടി എന്ന് പറയുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്തിന് അമ്മാൻ്റെ അങ്ങോട്ട് പോകും. അവിടെയാണ് നോമ്പ് ഉറപ്പിക്കൽ, മീൻസ് ഫുഡൊക്കെ അവിടെയാണ് ആക്കുന്നത്. എനിക്കിവിടെ പറ്റാത്തത് കൊണ്ട് അത് ഭയങ്കര ഒരു ഹെൽപ്പാണ്. അപ്പോൾ നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം അവർ കൂന്തൽ ഉണ്ടാക്കാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാല കൂട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തത് കേട്ടോ. ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയി. അത് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ജീര പ്രീമിക്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ, അതിൻ്റെ ഇതും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ വെറുതെ കുടിക്കാൻ തോന്നുന്ന ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഏതായാലും അതും കൂടെ നിങ്ങൾ കണ്ടിട്ട് തരും. നേരത്തെ നമ്മൾ തണുക്കാനും വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ജീരകവും കുരുമുളകും, ഇത് നല്ല തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തതിന് ശേഷം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് അരിച്ചെടുക്കാം. പക്ഷെ ഞങ്ങൾ അരിച്ചെടുക്കുന്നില്ല, അതിൻ്റെ ആ ഒരു ഫൈബറോട് കൂടെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ഇതെൻ്റെ റെസിപ്പിയല്ല, എൻ്റെ അമ്മേൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഇത് അമ്മ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ജീര പ്രീമിക്സ്, പിന്നെ വെളുത്തുള്ളി പൗഡർ, പിന്നെ വലിയുള്ളി പൗഡർ, തക്കാളി പൗഡർ, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മേൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, അവർ അയച്ചു തരും. അപ്പോൾ ഇനിയിപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചതിന് ശേഷം അതിലേക്ക് ഇന്ദുപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ഒരു 1.5 ടീസ്പൂണോളം ഇന്ദുപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം ചാട്ട് മസാലയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നല്ല എയർ ടൈറ്റായിട്ട് ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കാം. ഇനി ഇതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കിയും കുടിക്കാം, അതല്ലെങ്കിൽ സോഡയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് നമുക്കിതേ ഒരു ചെറുനാരങ്ങ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നിങ്ങൾക്ക് പഞ്ചസാര മിക്സ് ചെയ്യണമെങ്കിൽ പഞ്ചസാര മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ നന്നായി സർബത്ത് ഉണ്ടാവില്ലേ, അതിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ല, അതൊഴിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 1 കപ്പാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1/2 നാരങ്ങ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് നമ്മുടെ നന്നാരിയുടെ ആ ഒരു എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതിന് പകരം പഞ്ചസാര മതിയെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് നമ്മുടെ ജീര പ്രീമിക്സ് പൗഡർ ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണ്. വയറുവേദന അതുപോലെയുള്ള ഗ്യാസ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കുടിക്കുകയാണെങ്കിൽ നല്ല ആശ്വാസം കിട്ടും. പിന്നെ തണുപ്പ് കുടിച്ചതിൻ്റെ ആ ഒരു പ്രത്യേക ഒരു ഫീലും കിട്ടും. പിന്നെ 1 ഗ്ലാസ് ഒന്നും കുടിച്ച് നമുക്ക് പോരാന്ന് തോന്നും. അതിൻ്റെ പുളിപ്പ്, എരിവ്, മധുരം എല്ലാം കൂടെ ഒരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് സോഡയാണ്. സോഡ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, വെറും വെള്ളത്തിൽ നമ്മൾ കലക്കുന്നതിനേക്കാളും. ഇപ്പോൾ സോഡ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വേണ്ട എന്ന് തോന്നുന്നവർക്ക് നമുക്ക് വെള്ളത്തിൽ കലക്കിയാൽ മതി കേട്ടോ. ഞാൻ 2 മെത്തേഡും ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഞങ്ങളെ വിളിക്കാനും വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഏകദേശം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. രാത്രി നമ്മൾ വീട്ടിലേക്ക് പോകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ. ഞങ്ങൾ രണ്ടുപേരും പിണങ്ങി വഴക്കായതുകൊണ്ട് ആദ്യം ഒന്ന് വേണ്ടാന്നൊന്ന് പറഞ്ഞു നോക്കി. പിന്നെ അതിൻ്റെ ടേസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് കുടിച്ചു നോക്കി. പിന്നെയും റോഷത്തിൻ്റെ പുറത്ത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്ത് വീണ്ടും ആ ടേസ്റ്റ് വായിൽ നിൽക്കുമ്പോൾ വീണ്ടും വാങ്ങിച്ച് കുടിച്ച സീനുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതേ നമ്മൾ ഇന്നലെ പെയിൻ്റല്ല വീണ്ടും അതന്നെ വരും വൈറ്റ് വാഷ് ചെയ്തതിൻ്റെ ലാസ്റ്റ് ലുക്കാണ് കേട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലെല്ലാം പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ പാനലിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് പിന്നെ കാണൂല. അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. താഴെ കുറച്ച് ഇതൊക്കെ ചിന്തിയിരുന്നു. ഇനി ഒന്നും കൂടെ നമ്മൾ തുടയ്ക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് പലരും പറയുന്നുണ്ട് എന്താ ഏത് സംഭവം ഒന്നും മനസ്സിലായില്ല എന്നുള്ളത്. നമ്മുടെ ലാസ്റ്റത്തെ കിച്ചണും വർക്ക് ഏരിയയും കൂടെ ഒന്നിച്ചാക്കി ഇത്രയും വലിയ കിച്ചണാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇനിയും കുറേ പണികളൊക്കെ ഉണ്ട്. ഇനിയെങ്കിലും പെട്ടെന്ന് പണി തുടങ്ങി എൻ്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ തീരുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും 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 വേണം. അതുകൊണ്ട് എന്താ പറയുക, നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ ടൈൽസ് ഒരുപാട് പേര്, ചിലർ ഇഷ്ടമായില്ല, ചിലർ നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വിഷമമായി. ഇനിയിപ്പോൾ നമ്മുടെ കബേർഡ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നന്നായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ എന്തെങ്കിലും ഒരു റഗ്ഗൊക്കെ വിരിക്കും. അപ്പോൾ സൈഡ് മാത്രമേ കാണുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, ബൈ. ഇൻഷാ അല്ലാഹ്. ഇനിയിപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാനും വേണ്ടിയിട്ട് പോവാണ്. പറ്റുവാണെങ്കിൽ അത് ഷൂട്ട് ചെയ്യാം, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ.